ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സ് റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നെയ്യ് ഉരുക്കിയെടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടെടുക്കാം. ഇതെല്ലാം നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിൻ്റെ അളവ് പറയാന്ന് വെച്ചാൽ മുട്ടേൻ്റെ അളവാണ് പറയുക. ഒരു 4 മുട്ടക്ക് ആവശ്യമായിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ 5 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരവും അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പും ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സാക്കി എടുക്കണം. പിന്നെ പഞ്ചസാര നല്ലോണം മെൽട്ടാവണം, അല്ലെങ്കിൽ ബേസ് ഹാർഡായി പോവും. പിന്നെ നല്ലോണം മെൽട്ടായി വന്നു കഴിഞ്ഞാൽ ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കൽ. പിന്നെ 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 3.5 കപ്പ് വരെ മൈദ ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായി മിക്സാക്കി എടുക്കണം. പിന്നെ ഓരോരുത്തർക്കും ചെറിയൊരളവിൽ വ്യത്യാസം വരും കേട്ടോ മൈദയുടെ. അപ്പോൾ ഞാനിവിടെ ഒരു 3.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുഴക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും, ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന വിധത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടി വേണം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം മൈദ. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇത് നന്നായി കുഴച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ മാറ്റി വെച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഗീ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു മണമാണ്. അപ്പോൾ നെയ്യ് എന്തായാലും സ്കിപ്പ് ചെയ്യാതിരിക്കണം. ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ആ നെയ്യും ഈ മൈദയുടെ ബാറ്ററും എല്ലാം നന്നായി മിക്സായി വരണം. നല്ലോണം കുറച്ച് സമയം ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇതിൻ്റെ ഈ കുഴച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ പെർഫെക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ഇത് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനിയിപ്പോൾ ഇത് നന്നായി കമ്മിയറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മൈദ ഇട്ടെടുക്കാം. അതിങ്ങനെ കൈക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മൈദ ഇങ്ങനെ കൈക്കാക്കി കൊടുക്കാം. നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. വല്ലാണ്ടൊന്നും മൈദ ചേർത്ത് കൊടുക്കണ്ട, കാരണം ഒന്ന് മാവ് ഹാർഡായി പോവും. പിന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതൊന്ന് ഈക്വലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ സൈസായിട്ടാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നീളത്തിൽ ഉണ്ടാവട്ടെ ഇത്. ഇനി ഇതിങ്ങനെ നന്നായി റോൾ ചെയ്ത് കൊടുക്കാം. ഇത് പല ഷേപ്സിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെയാണ്. ഇത് നന്നായി ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അതുപോലെ എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വെട്ടയക്കിലെല്ലാം ഇങ്ങനെ വെട്ടിട്ട് കാണല്ലേ, അതിനാണ് ഇങ്ങനെ വരയിട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പൊതുവേ ഇത് ഈ ഒരു ഷേപ്പിലാണല്ലോ ഉണ്ടാവുക, അതായത് ഇങ്ങനെ വെട്ടിട്ടിട്ട്. അപ്പോൾ ഇത് 2 സൈഡിൽ വേണമെങ്കിൽ വരയിട്ടെടുക്കാം. ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടി അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വേഗം തന്നെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. ഒന്നിക്കൽ പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കണം, കാരണം ഇത് പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് ഉള്ളു വേവാതിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡ് നന്നായിട്ടാകുന്ന സമയത്ത് നല്ലോണം ഒന്ന് കൈ ഇടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഒരു സൈഡ് മാത്രം കുക്കായിട്ട് വരും. പിന്നെ ഇതൊന്ന് കോരിയെടുക്കാം. പിന്നെ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ തന്നെ കോരിയെടുക്കാൻ ശ്രമിക്കണം, കാരണം നല്ലോണം ആയിക്കഴിഞ്ഞാൽ ഹാർഡായി പോകും. ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു വന്നതുകൊണ്ടാണ് കുറച്ച് ലാഗായിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം കുറേ കാലം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. 1 മാസത്തിലധികമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാകും. 4 മുട്ടയൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ ഒരുപാടുണ്ടാകും. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിന് വെട്ട് കേക്കെന്നും പിന്നെ സാധാ കേക്കെന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്